വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. തെളിവുകളുടെ അഭാവത്തിലായിരുന്നു വിചാരണ. കോടതി പ്രതിയെ വെറുതെ വിട്ടത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടെന്ന് കാണിച്ചാണ് സർക്കാരിന്റെ അപ്പീൽ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ് അശ്വിൻ. പക്ഷേ ഈ വണ്ടിപ്പെരിയാറിലെ വാർത്ത പറയുമ്പോൾ ഒരിക്കലും നമുക്കൊരു സന്തോഷം തോന്നാറില്ല. പ്രതിയെ വെറുതെ വിടുന്നു. അതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നതാണ്. വിചാരണ കോടതി അത് ജഡ്ജി അവസാന നിമിഷത്തിൽ മാറുന്നു. പിന്നീട് കേട്ട ജഡ്ജിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നില്ലെങ്കിലും കോടതി പറഞ്ഞ കാര്യമാണ്, കോടതിയുടെ ഉത്തരവാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ സർക്കാർ ഇപ്പോൾ വീണ്ടും ഇക്കാര്യം ഇതിൽ അപ്പീൽ നൽകുന്നു. ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ നിർണായകമായൊരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം വലിയ വിമർശനങ്ങൾ സർക്കാരിനും പ്രോസിക്യൂഷനുമൊക്കെ എതിരെ ഉയർന്നിരുന്നു. പ്രധാനമായും ഈ കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിധി ഇത്തരത്തിൽ വരാൻ കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനങ്ങൾ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നത്. ആ വിമർശനങ്ങളുടെ മുന തീർച്ചയായും സർക്കാരിന് കൊള്ളുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ വിധി വന്നതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. അന്ന് ചില ആവശ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇവർ ഉയർത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും ഒപ്പം ഈ വിധി റദ്ദു ചെയ്യണം എന്നുമുള്ള ആവശ്യമാണ്. ഒപ്പം അപ്പീലുമായി പോകുമ്പോൾ വിശ്വാസയോഗ്യനായ ഒരു വക്കീലിനെ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. അതായത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിക്കെതിരെയായിരുന്നു ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തായാലും അത് ഇന്ന് പരിഗണിക്കുകയാണ്. നൽകിയ ദിവസം തന്നെ, ആദ്യ ദിവസം തന്നെ ഇത് കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാദങ്ങൾ അത് വളരെ നിർണായകമാണ്. കേസിൽ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇന്ന് ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.